നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാടിനായി നാടൊന്നിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്ന് സഹായഹസ്തങ്ങൾ ചുരം കയറിയെത്തുന്നു. ഒറ്റയല്ല കൂടെയുണ്ട് എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച് കേരളത്തിന്റെ മഹോന്നതമായ സന്ദേശം. പുരസ്കാര തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാധ്യമപ്രവർത്തകരുടെ മാതൃക. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണിയാകുന്നു. വിള്ളൽ കണ്ടെത്തിയത് റോഡിന് നടുവിലത്തെ പാലത്തിന് മുകളിൽ. അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം. നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം രൂപപ്പെട്ട അപകടക്കുഴി സന്നദ്ധ പ്രവർത്തകർ താൽക്കാലികമായി അടച്ചു. പെരുമ്പിലാവ് പ്രോഗ്രസീവ് ക്ലബ് അംഗങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്നാണ് അപകടക്കിണിയും ഗതാഗതക്കുരുക്കായി മാറിയ വലിയ കുഴികളും അടച്ചത്. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്ത ബാധിതരെ ചേർത്ത് പിടിച്ച് കുന്നംകുളം പ്രസ് ക്ലബിന്റെ 19ാമത് മാധ്യമ പുരസ്കാര ചടങ്ങ്. പുരസ്കാര ജേതാക്കൾ തങ്ങൾക്ക് ലഭിച്ച ക്യാഷ് അവാർഡ് ചടങ്ങിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃക തീർത്തു. സംസ്ഥാനത്ത് ആദ്യമായി മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ കണ്ടെത്തി ആദരിക്കുന്ന ചടങ്ങ് ആരംഭിച്ച കുന്നംകുളം പ്രസ് ക്ലബിന്റെ 19ാമത് അവാർഡ് വിതരണമാണ് ഇന്നു നടന്നത്. അച്ചടി മാധ്യമ വിഭാഗത്തിൽ മാധ്യമം പത്രം വൈപ്പിൻ ലേഖിക ഹസീന ഇബ്രാഹിമും ദൃശ്യമാധ്യമ മേഖലയിൽ ചേലക്കര റൈറ്റ് വിഷൻ ചാനൽ റിപ്പോർട്ടർ PV സമീറുമാണ് ഇക്കുറി പുരസ്കാരത്തിന് അർഹരായത്. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു അംഗീകാരം. ആദരമേറ്റുവാങ്ങിയ ഹസീന ഇബ്രാഹിമും PV സമീറും പുരസ്കാര തുക വയനാട്ടെ ദുരിതബാധിതരെ ചേർത്തുപിടിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണെന്ന് വ്യക്തമാക്കി ചെക്ക് MLA AC മൊയ്തീന് കൈമാറി. വയനാട് സ്വദേശിയായ സമീർ നേരത്തെ ദുരന്തബാധിത മേഖലയിലുൾപ്പെടെ മാധ്യമപ്രവർത്തനം നടത്തിവന്നിരുന്നയാളുമാണ്. പുരസ്കാര ജേതാക്കളുടെ മാതൃകയെ MLA പ്രശംസിച്ചു. ബദനി സെന്റ് ജോൺസ് കോളേജിൽ നടന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വികസന മേഖലയിലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമെല്ലാം ഉന്നയിക്കാൻ താല്പര്യം കാണിക്കുന്നവരാണ് ഏത് കാലത്തും കുന്നംകുളത്തെ മാധ്യമ പ്രവർത്തകർ. പത്രപ്രവർത്തന രംഗത്ത് ഒരു കാലത്ത് മനോരമ ഉൾപ്പെടെ ഇവിടെ നിന്ന് അച്ചടിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം. ഈ മികവിനെ അംഗീകരിക്കാൻ 2 പ്രാദേശിക പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയ്ക്കായിരിക്കുന്നു എന്നുള്ളത് യാദൃച്ഛികം ആയിട്ടാണ് സംഭവിച്ചെങ്കിലും ആ വാർത്താ അവതരണത്തെ, അതിലെ മികവിനെ, അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയെ അംഗീകരിക്കുന്ന കൂടുതൽ ആളുകൾ എന്നുള്ളതാണ് അവർക്കിതിൽ ലഭ്യമാകുന്ന 2 അവാർഡുകൾ വഴി ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ കരുതുന്നു. പ്രസ് ക്ലബ് സെക്രട്ടറി മുഹമ്മദ് അജ്മൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ബദനി കോളേജ് പ്രിൻസിപ്പൽ CL ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. അവാർഡ് ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. പക്ഷെ ആത്യന്തികമായി നമ്മൾ ഓരോരുത്തരും ഏറെ വേദനയിലും ദുഃഖത്തിലുമാണ്. നമ്മുടെ സഹോദരങ്ങളുടെ വേർപാട്, ഒരു നാടിനുണ്ടായ ദുരന്തം അത്രമേൽ നമ്മെ മുറിവേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സ്നേഹവും സാഹോദര്യവും നന്മയും മുറുകെ പിടിച്ചുകൊണ്ട് തോളോട് തോൾ ചേർന്ന് മനുഷ്യന്മാരെ പ്രവർത്തിക്കുന്നത് ആശ്വാസം പകരുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ എനിക്ക് നൽകിയ അവാർഡ് തുക അതേ ആദരവോടുകൂടി തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒരു നാടിൻ്റെ സ്പന്ദനം നേരിട്ടറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് പ്രാദേശിക ലേഖകർ. അതിനുശേഷമാണ് മറ്റുള്ള സാറ്റലൈറ്റ് മീഡിയകളും മറ്റുള്ളവരൊക്കെ അത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതിന് പ്രചോദനം നൽകുന്ന ഇത്തരം അവാർഡിനെ ഏറെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രസ് ക്ലബ് ട്രഷറർ സുമേഷ് P. വിൽസൺ ചടങ്ങിന് നന്ദി പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. പട്ടാമ്പി പാലം നാളെ മുതൽ നിബന്ധനകൾക്ക് വിധേയമായി വാഹന ഗതാഗതത്തിന് തുറന്നു നൽകുവാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഒരു സമയം ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിടും. പാലത്തിന്റെ മുകളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കാനും കളക്ടർ നിർദ്ദേശിച്ചു. നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം രൂപപ്പെട്ട അപകടക്കുഴി സന്നദ്ധ പ്രവർത്തകർ താൽക്കാലികമായി അടച്ചു. പെരുമ്പിലാവ് പ്രോഗ്രസീവ് ക്ലബ് അംഗങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്നാണ് അപകടക്കിണിയും ഗതാഗത കുരുക്കുമായി മാറിയ വലിയ കുഴികൾ കല്ലും മണ്ണുമിട്ട് താൽക്കാലികമായി അടച്ചത്. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ 4 മാസങ്ങൾക്ക് മുമ്പാണ് തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വലിയ ഗർത്തം രൂപപ്പെട്ടത്. വലിയ ചരക്കുവാഹനങ്ങളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ദിനംപ്രതി കടന്നുപോകുന്നത്. 4 മാസത്തിനുള്ളിൽ നിരവധി അപകടങ്ങൾ നടന്നിരുന്നു. നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് ഇടപെട്ട് മെറ്റൽ പരത്തി താൽക്കാലികമായി അടച്ച കുഴി കനത്ത മഴയിൽ വീണ്ടും തുറന്നതിനെ തുടർന്നാണ് പെരുമ്പിലാവ് പ്രോഗ്രസീവ് ക്ലബിന്റെ നേതൃത്വത്തിൽ
ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് താൽക്കാലികമായി കുഴിയടച്ചത്. ഏറെയായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു 6 മാസം മുന്നേ PWയുടെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് തകർന്ന ഏരിയയാണ് ഇപ്പോൾ. ആ ഏരിയ വാഹനങ്ങൾ കയറാൻ പറ്റാതെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ബൈക്കുകൾ വീണിട്ടും പഞ്ചായത്ത് മുഖേന ബന്ധപ്പെട്ടിട്ട് 2-3 പ്രാവശ്യം കോറി കൊടുത്തിട്ട്, പക്ഷേ എന്നിട്ട് റോഡ് ശരിയായിട്ടില്ല. അങ്ങനെ സന്നദ്ധ സംഘടന പ്രോഗ്രസീവ് ക്ലബിൻ്റെ സന്നദ്ധ സംഘടന അവർ ഒക്കെ കൂടി ഞായറാഴ്ച ഏകീകരിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പ്രോഗ്രസീവ് ക്ലബ്ബും ഡിവൈഎഫ്ഐയും കൂടിയിട്ട്. ക്ലബ്ബ് ഭാരവാഹികളായ മുസമ്മിൽ, CPM പെരുമ്പിലാവ് ബ്രാഞ്ച് സെക്രട്ടറി നിയാസ്, മുഹമ്മദ് അലി, നൌഷർ, ജാസിം തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണിയാകുന്നു. റോഡിന്റെ നടുവിലത്തെ പാലത്തിന് മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുതായി കണ്ടിരുന്ന വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചത് ആശങ്ക ഉയർത്തുകയാണ്. നിലവിൽ ഈ പാലത്തിന്റെ അടിഭാഗത്ത് പലയിടങ്ങളിലായി കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തു വന്ന നിലയിലാണ്. 500 മീറ്ററോളം നീളമുള്ള പാടത്തിന് നടുവിലെ പാലത്തിന്റെ വിള്ളൽ ഭീതി സൃഷ്ടിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ശക്തമായ മഴ തുടരുന്നതും വെള്ളത്തിന്റെ ഒഴുക്ക് ദിനം പ്രതി കൂടി വരുന്നതുമെല്ലാം അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. പാലത്തിന്റെ ഉറപ്പ് പരിശോധിച്ച് പൊളിച്ചു പണിയുവാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ കുന്നംകുളം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിയിലും നിരാഹാരം തുടരുന്ന SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റായ ദിലീഫ് അബ്ദുൽ ഖാദറിനെ പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിലെ സമരപ്പന്തലിൽ നടന്ന ഐക്യദാർഢ്യ സംഗമം SDPI ജില്ലാ ജനറൽ സെക്രട്ടറി KV നാസർ ഉദ്ഘാടനം ചെയ്തു. മണലൂർ മണ്ഡലം സെക്രട്ടറി VM അബ്ദുൾ ഹക്കീം അധ്യക്ഷനായി. സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് PK കൃഷ്ണൻ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CT പോൾ, ആം ആദ്മി ജില്ലാ കൗൺസിൽ അംഗം PM നൂറുദ്ദീൻ, സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരായ സാജൻ കേച്ചേരി, ബിൽഗീസ് ബാനു, കേരള കോൺഗ്രസ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി, വെൽഫെയർ പാർട്ടി ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് മണലി, SDPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉമർ മുക്താർ, പഞ്ചായത്ത് ഭാരവാഹികളായ TA ത്വയ്യിബ്, ഹസൻ പട്ടിക്കര എന്നിവർ സംസാരിച്ചു. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 29-നാണ് ദിലീഫ് അബ്ദുൽ ഖാദർ മരണം വരെ നിരാഹാര സമരത്തിന് തുടക്കം കുറിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഓഗസ്റ്റ് 2-ന് കുന്നംകുളം പോലീസ് സമരപന്തലിൽ നിന്ന് ദിലീഫിനെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദിലീഫ് 8-ാം ദിവസവും സമരം തുടരുകയാണ്. CCTV ന്യൂസ് കേച്ചേരി. കനത്ത മഴയെ തുടർന്ന് കാട്ടകമ്പാൽ കരിയാമ്പാടം കോൾപ്പടവിന്റെ മോട്ടോർ പുരയിൽ വെള്ളം കയറി. മോട്ടോർ പുരയിൽ സൂക്ഷിച്ച മോട്ടോറും അനുബന്ധ സാധനങ്ങളും വെള്ളം കയറി നശിച്ചു. കഴിഞ്ഞ വർഷമാണ് കരിയാമ്പാടം കോൾപ്പടവിന്റെ മോട്ടോർ പുര KLDC അധികൃതർ നവീകരിച്ച് നിർമ്മിച്ചത്. മുൻപ് മോട്ടോർ പുരയിൽ മോട്ടോറും മറ്റും സൂക്ഷിക്കാറുണ്ടെങ്കിലും വെള്ളം കയറാറില്ല. ഇത്തവണ കനത്ത മഴയിൽ കരിയാമ്പാടം കോൾപ്പടവിന് സമീപത്തെ പുളിക്കക്കടവ് പാലം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ തൃശൂർ അതിരൂപത അധ്യക്ഷനും ദേശീയ CBCI പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദർശനം നടത്തി. ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി, ട്രസ്റ്റുമാർ, ഇടവക സെക്രട്ടറി, കേന്ദ്രസമിതി കൺവീനർ എന്നിവരുടെ നേതൃത്വത്തിൽ പള്ളിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് മുഖ്യ കാർമ്മികനായി. കുർബാനയ്ക്ക് ശേഷം വിശ്വാസ പരിശീലന ക്ലാസ്, വിവിധ ഇടവകയിലെ സംഘടനകളുടെ മീറ്റിംഗുകളും ബോധവൽക്കരണ ക്ലാസും ഉണ്ടായി. പാലയൂർ ഫൊറോന വികാരി ഫാദർ ഡേവിസ് കണ്ണമ്പുഴ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ, സെന്റ് ആന്റണീസ് സ്കൂൾ പ്രധാനാധ്യാപകൻ AD സാജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്നേഹവിരുന്നിനു ശേഷം കുടുംബ യൂണിറ്റുകളിൽ സന്ദർശനവും മുതിർന്നവരെയും ദമ്പതികളെയും ആദരിക്കലും രോഗി സന്ദർശനവും നടത്തി. വൈകിട്ട് നടന്ന സമാപന യോഗം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു. ഫാദർ പോൾ മുട്ടത്ത്, കൈക്കാരന്മാരായ ബാബു എടക്കളത്തൂർ, ജോഷി ചൊവ്വലൂർ, ഇടവക സെക്രട്ടറി മെജോ ചെറുവത്തൂർ, കേന്ദ്രസമിതി കൺവീനർ ജോബി വെള്ളറ, ജോസ് മുട്ടത്ത്, ഫിലിഷ് ടീച്ചർ, വിനിൽ വർഗീസ്, ജോയൽ മേലീട്ട് എന്നിവർ സംസാരിച്ചു. യൂണിറ്റുകളിൽ നിന്ന് ലഭിച്ച ഫണ്ട് ചടങ്ങിൽ ആർച്ച് ബിഷപ്പിന് കൈമാറി. CCTV ന്യൂസ് പുനേർകുളം. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവകയിൽ മതബോധന ദിനാഘോഷം സംഘടിപ്പിച്ചു. ദേവാലയങ്ങളിൽ നടന്ന മതബോധന ദിനാഘോഷം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ വിൽസൺ പിടിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ റോജോ എലുവത്തുങ്കൽ അധ്യക്ഷനായി. മതബോധനം സ്റ്റാഫ് സെക്രട്ടറി ബീന ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മരിയ റജീന, കോൺവെന്റ് അസിസ്റ്റന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ സോളിൻ, ഇടവക കൈക്കാരൻ വിൻസെന്റ് കാക്കശ്ശേരി, മതബോധനം പ്രധാന അധ്യാപകൻ ഫ്രാൻസിസ് K ജോസഫ്, പഴുതാന യൂണിറ്റ് പ്രധാന അധ്യാപകൻ CJ ടിസൺ, അധ്യാപക പ്രതിനിധികളായ വർഗീസ് പാനോക്കാരൻ, CL ജോസഫ് എന്നിവർ സംസാരിച്ചു.
അവാർഡ് ദാനം, സമ്മാന വിതരണം എന്നിവയ്ക്ക് ശേഷം മതബോധന വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വട്ടനാട് ഗവൺമെന്റ് സ്കൂളിലെ 89-90 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം SSLC ബാച്ച് സെക്രട്ടറി സുനിത ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ സ്മിത ദാസ്, അനിൽ, മൊയ്തീൻകുട്ടി, കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായി. കലാപരിപാടികൾക്ക് റീജ, ഉഷാകുമാരി, ശ്രീജ കൃഷ്ണദാസ്, സതീഷ്, സാക്കിർ എന്നിവർ നേതൃത്വം നൽകി. വെൽഫെയർ ഫണ്ടിന്റെ ധനശേഖരണത്തിന് വേണ്ടിയുള്ള കൂപ്പൺ നറുക്കെടുപ്പിന് ശേഷം വയനാട് ദുരിതബാധിതർക്കായി സമാഹരിച്ച തുകയും ചടങ്ങിൽ കൈമാറി. കടകമ്പൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി സോണി സക്രിയയും വൈസ് പ്രസിഡന്റായി ജനാർദ്ദനൻ അധികാരത്തും സ്ഥാനമേറ്റു. വരണാധികാരി കുന്നംകുളം സഹകരണ ഓഫീസിലെ യൂണിറ്റ് ഇൻസ്പെക്ടർ TG രാഗി തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിച്ചു. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ചരിത്രത്തിലാദ്യമായി മത്സരമില്ലാതെയാണ് തിരഞ്ഞെടുപ്പ് പൂർത്തിയായത്. അനുമോദന സമ്മേളനം KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മുൻ ബാങ്ക് പ്രസിഡന്റ് ബിജോയ് ബി തോലത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി KC ബാബു, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, പഴഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാംസൺ പുലിക്കോട്ടിൽ, വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ്, CG നായർ, NM റഫീഖ്, CC മോഹൻ മാസ്റ്റർ, ജോൺ P അബ്രഹാം, ശശിധരൻ കണ്ടംപുള്ളി, ബാങ്ക് സെക്രട്ടറി MS മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. സോണി സക്കറിയ, ജനാർദ്ദനൻ അധികാരത്ത്, KM അസീസ്, KC ശശി, VG ബിജു, TK പ്രഹ്ലാദൻ, ഫ്രജിൻ തോലത്ത്, TA വേലായുധൻ, സ്മിത ഷാജി, ലക്ഷ്മി പനോക്കിൽ, CI മറിയാമ്മ, ഉമാദേവി കണ്ടംപുള്ളി, സന്ധ്യ ഷിബു എന്നിവരാണ് പുതിയ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ. ആഗസ്റ്റ് 4 നടക്കേണ്ട തിരഞ്ഞെടുപ്പിൽ 13-അംഗ കോൺഗ്രസ് പാനലിനെ എതിരില്ലാതായതോടെയാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഇരുവപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക ദിന ആഘോഷങ്ങൾക്ക് കൊടിയേറി ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. വൈകിട്ട് ഇടവക അതിർത്തികളിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇടവകയിലെ 12 യൂണിറ്റുകളായി 4 സോണുകളായി തിരിച്ചു നടക്കുന്ന കലാകായിക സാഹിത്യ മത്സരങ്ങൾ 1 മാസത്തോളം നീണ്ടു നിൽക്കും. കേന്ദ്രസമിതിയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷങ്ങൾ ഈ മാസം 25 നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് സമാപിക്കുക. കൺവീനർ AT ജെയിംസ്, ജോയിന്റ് കൺവീനർ PD ബൈജു, ബവീന ബാബു, NJ ഡേമി, ഇടവക ട്രസ്റ്റിമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പേപ്പൽ പതാക ഉയർത്തിക്കൊണ്ട് ചടങ്ങുകൾ ആരംഭിച്ചു. എല്ലാ വീടുകളിലും പേപ്പൽ പതാകകൾ ഉയർത്തി 4 സോണുകളും അവരുടെ പതാകകൾ ഇവിടെ ഉയർത്തിക്കഴിഞ്ഞു. 4 മണിക്ക് 4 സോണുകളുടെയും അതിർത്തികളിൽ നിന്നുള്ള ദീപശിഖ പ്രയാണങ്ങൾ ഇവിടെ ദേവാലയത്തിൽ വന്നു ചേരുകയും ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള വലിയ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കലാപരിപാടികളുടെ മത്സരങ്ങളുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ യുവജന പ്രസ്ഥാനം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ധനശേഖരണാർത്ഥം തിരുവോണ ദിനത്തിൽ നടത്തുന്ന പായസ വിതരണത്തിന്റെ കൂപ്പൺ വിതരണം ആരംഭിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ഡോക്ടർ ജോൺസ് കോനാട്ട് യുവജന പ്രസ്ഥാനം സെക്രട്ടറി കൂപ്പൺ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ആന്റണി പൗലോസ്, പള്ളി കൈസ്ഥാനി CJ സന്തോഷ്, സെക്രട്ടറി സിൻഡോ K ഷീമോൻ, യുവജന പ്രസ്ഥാനം സെക്രട്ടറി ഡെഡ്സ്വിൻ ജെയ്സൺ എന്നിവർ പങ്കെടുത്തു. റോഡുകളുടെ വെള്ളക്കെട്ട് പരിഹരിക്കാത്ത അധികൃതർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗം. മഴക്കാലത്തിന് മുന്നോടിയായി നടത്തേണ്ട കാന ശുചീകരണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതാണ് റോഡുകളിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ പറഞ്ഞു. കാനകളിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളുടെ ബാഹുല്യം മൂലം ശുചീകരണത്തിന് തൊഴിലാളികളെ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നതായി PWD അധികൃതർ യോഗത്തിൽ പറഞ്ഞു. ഗാർഹിക ജൈവ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തത് തെരുവുനാശല്യം ഗണ്യമായി വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുള്ളതായി പാവർട്ടി പഞ്ചായത്ത് സെക്രട്ടറി യോഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അഞ്ചങ്ങാടി കടപ്പുറം ഹോട്ട്സ്പോട്ടാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ കോസ്റ്റൽ എഞ്ചിനീയറിംഗ് വിഭാഗം കൈക്കൊള്ളണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിതയുടെ അധ്യക്ഷതയിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VJ കൊച്ചപ്പൻ, മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, ഡെപ്യൂട്ടി തഹസിൽദാർ PN സുരേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KH ഷാഹുൽ ഹമീദ്, MK ഷംസുദ്ദീൻ, TP ഷാഹു, വിവിധ വകുപ്പുതല പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചാണ് യോഗ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. CCTV ന്യൂസ്, ചാവക്കാട്.
മരത്തങ്കോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി സമാപിച്ചു. ജൂലൈ 26 മുതൽ ലതീഞ്ഞും നൊവേനയോടുകൂടിയുള്ള നവനാൾ തിരുക്കർമ്മങ്ങൾ പ്രാർത്ഥനാ നിർഭരമായി. ആഘോഷപൂർവമായ തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് ഡോളേഴ്സ് ബസിലിക്ക അസിസ്റ്റന്റ് വികാരി ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കടങ്ങോട് ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങത്തേരി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രസുതേന്തി വാഴ്ച, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, രോഗശാന്തി ശുശ്രൂഷ, സമൂഹ ഊട്ടുനേർച്ച എന്നിവയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കൈക്കാരന്മാരായ ജെയിംസ് വടക്കൻ, ജോൺ KS, ഊട്ടുകമ്മിറ്റി ഭാരവാഹികളായ MPC ജോഷി വിജയ്, രഞ്ജി മണ്ടുബാൽ, റോയ് അക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. മരത്തങ്കോട് മേരിമാതാ പള്ളിക്ക് വേണ്ടി പ്രശസ്ത ഗാനരചയിതാവ് ജോൺ കല്ലംതാനി രചിച്ച വിശുദ്ധന്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ആദ്യ യൂട്യൂബ് ഗാനം ഇതിനകം തന്നെ ശ്രദ്ധേയമാണ്. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ കീഴിലുള്ള MYM യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തന ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി യൂത്തിനൊരു കൈത്താങ്ങ ₹2 ചലഞ്ചിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലിയും യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി റൈവിൻ വി ചീരണം ചേർന്ന് പള്ളി ട്രസ്റ്റി KJ സോജന നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. 125 ദിവസമാണ് ഈ പദ്ധതി. യൂത്ത് അസോസിയേഷൻ നേതൃത്വത്തിൽ ചികിത്സാ സഹായം, ഡയാലിസിസ്, സാധുജനങ്ങൾക്ക് പെൻഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജിജോ സി തമ്പി, ജോയിന്റ് സെക്രട്ടറിമാരായ സുവിൻ K സജി, സൈബി സജോയ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും തണ്ടിലം പള്ളി മാതൃവേദിയും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തണ്ടിലം സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന ക്യാമ്പ് കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമേൽ ഉദ്ഘാടനം ചെയ്തു. യേസുദാസ് PP, CEO റാണി ജോഷി, സിജോ AJ, ഡോക്ടർ ഹരിണി സൗഭാഗ്യ, ടിനി റോബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രീസ പൗലോസ്, ബിൻസി വർഗീസ്, ഷൈനി ജേക്കബ്, അലൻ MJ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദിവസം തോറും നടത്തിവരുന്ന പാതയം പദ്ധതിയിൽ തിരുവളഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് പൊതിച്ചോറ് വിതരണം ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയും ദിവ്യദർശൻ അഗതി മന്ദിരത്തിലേക്ക് പൊതിച്ചോറ് എത്തിക്കുന്നതിന് പുറമെയാണ് യൂണിറ്റ് തൃശൂർ റൗണ്ടിൽ പൊതിച്ചോറ് വിതരണം ചെയ്തത്. ഈ വർഷം 350ഓളം പൊതിച്ചോറുകളാണ് തൃശൂർ നഗരത്തിൽ യൂണിറ്റ് വിതരണം ചെയ്തത്. പോൾ പോപ്പ് മേഴ്സി മന്ദിരത്തിലും യൂണിറ്റ് പൊതിച്ചോറ് വിതരണം ചെയ്തു. സിസ്റ്റർ ഷീന, സിസ്റ്റർ ജോളി, മന്ദിരത്തിലെ അന്തേവാസികൾ എന്നിവരുമായി വളണ്ടിയർമാർ സംസാരിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അകമഴിഞ്ഞ സഹകരണമാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടത്താൻ സഹായകമായതെന്ന് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രേണുക ജ്യോതി പറഞ്ഞു. ഒരാഴ്ചയോളം അവധിയായതിനു ശേഷവും ഇത്തരത്തിൽ മികവാർന്ന പ്രവർത്തനം നടത്താൻ സാധിക്കുമോ എന്ന ആശങ്ക അധ്യാപകർക്കുണ്ടായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ബിജു പള്ളിക്കര, NSS ലീഡർമാരായ അനോഷ് പാണങ്ങാട്ട്, MV നിവേദ്യ, ആയിഷ സന, PS ഫർസാന, KU അഞ്ജന, TP ആവണി, OL ആസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നേർകുളം. പന്നിത്തടം മാത്തൂർ ശിവക്ഷേത്രത്തിൽ 1000 കുടം ജലധാര നടന്നു. ഉപദേശക സമിതി പ്രസിഡന്റ് സുരേന്ദ്ര വെള്ളാണ്ടത്ത്, സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, വിജയകുമാർ വെട്ടത്ത്, സുനിൽ, ശിവാനി, SML ബാബു, സുശീല, ഷിനു കൊല്ലം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹരിനാരായണൻ നാമജപവും നടത്തി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി സുധീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാബെറ്റ് അംഗീകാരത്തിന്റെ നിറവിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ 2 വർഷം നീണ്ട ചിട്ടയായ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ദേശീയ മികവിൽ എത്തിയത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ദേശീയ തലത്തിൽ ലഭിക്കുന്ന അംഗീകാരമായ നാബെറ്റ് അക്രഡിറ്റേഷന് ലഭിച്ച സംസ്ഥാനത്തെ 5ാമത്തെ സ്കൂളായതിന്റെ ആത്മവിശ്വാസത്തിലാണ് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ. 50ഓളം ഗുണമേന്മ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അംഗീകാരം. അക്കാദമി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചിട്ടയായി ക്രമീകരിച്ച് വ്യവസ്ഥാപിതമായ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് മാറിയാണ് നാബെറ്റ് അംഗീകാരത്തിന് സ്കൂൾ അർഹമായത്. 1983 അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കായി നടന്നെടുക്കുകയാണ്. നാബെറ്റ് അംഗീകാരം ലഭിച്ച തൃശൂരിലെ ആദ്യത്തെ സ്കൂൾ എന്ന സവിശേഷതയും അൻസാർ സ്കൂളിനുണ്ട്. അക്കാദമി രംഗത്ത് മികച്ച നിലവാരമുള്ള സ്കൂൾ നാബെറ്റ് അംഗീകാരം കൂടി ലഭിച്ചതോടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ്. നാബെറ്റ് അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് സ്കൂളിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഷൈനി ഹംസ, ട്രസ്റ്റ് വൈസ് ചെയർമാൻ KV മുഹമ്മദ്, സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ സന്തോഷമുണ്ട് ഈ ഒരു നാബെറ്റ് അക്രഡിറ്റേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടിയത്. ഒരു വലിയൊരു ടീമിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നമുക്കിത് സാധ്യമായത്.
ഈ ഒരു നെബറ്റ് അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു 360 ഡിഗ്രി ഒരു അസസ്മെൻ്റ് ആണ്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, കുട്ടികളും അതും സ്റ്റേക്ക് ഹോൾഡേഴ്സും അതിൻ്റെ റിലേഷൻ, പഠനം, പാഠ്യേതര പ്രവർത്തനങ്ങൾ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ എല്ലാ സംഗതികളും അസസ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനൊരു അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ വിഷനുണ്ട്. 2027 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഒരു ബെഞ്ച് മാർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്നോണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 50% വർക്കാണ് ഈ നെബറ്റ് അക്രഡിറ്റേഷനിലൂടെ നമുക്ക് സാധ്യമായത്. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ, വരും കൊല്ലങ്ങളിൽ ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ അക്രഡിറ്റേഷൻ മറ്റു സ്ഥാപനങ്ങൾക്ക് ഒരു പ്രചോദനമാകും എന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഇതിൻ്റെ പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ഒരു സഹകരണവും അധ്വാനവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പ്രവർത്തന മികവിന് ലഭിച്ച നാബറ്റ് അംഗീകാരത്തിന്റെ സന്തോഷം മധുരം പങ്കുവച്ച് ആഘോഷിച്ചു. അൻസാർ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾക്ക് സ്കൂൾ CEO KV മുഹമ്മദ് തുടക്കം കുറിച്ചു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സാക്ഷിയാക്കി നടന്ന ചടങ്ങിൽ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും PTSA പ്രതിനിധികളും പങ്കെടുത്തു. നബറ്റ് അംഗീകാരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ബാനർ നാഷണൽ അത്ലറ്റ് സായ മെഹ്റൂഫും മർവ നസ്രീനും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. നബറ്റ് അംഗീകാരം ലഭിക്കുന്ന സംസ്ഥാനത്തെ 5ാമത്തെയും ജില്ലയിലെ ആദ്യത്തെയും സ്കൂൾ എന്ന വലിയൊരു നേട്ടത്തിന് പിറകിൽ പ്രവർത്തിച്ച ഏവരെയും സ്കൂൾ മാനേജ്മെന്റ് പ്രത്യേകം അഭിനന്ദിച്ചു. ഈ ഉദ്യമത്തിൽ സ്കൂളിനോട് സഹകരിച്ച പഞ്ചായത്ത്, ഹെൽത്ത് സെന്റർ, കൃഷിഭവൻ, ഫയർഫോഴ്സ്, പോലീസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും മധുരം പങ്കുവച്ച് നന്ദി രേഖപ്പെടുത്തി. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം മധുര വിതരണം ഉണ്ടായി. പ്രിൻസിപ്പൽ ഷൈനി ഹംസ, സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ തൈക്കാട് VR അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മുരളി പെരുന്നെല്ലി MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 5 ലാപ്ടോപ്പുകൾ നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി, സ്കൂൾ മാനേജർ VB ഹീരാലാൽ, പ്രിൻസിപ്പൽ ജിതമോൾ P പുല്ലേലി, പ്രധാനാധ്യാപികയുടെ ചുമതല വഹിക്കുന്ന ചിത്ര R നായർ, മദർ PTA പ്രസിഡന്റ് കാർത്തിക ശിവപ്രസാദ്, നജീർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ രക്തദാന ക്യാമ്പ് ബുധനാഴ്ച സംഘടിപ്പിക്കുന്നു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. NSS യൂണിറ്റ് 143 IBM ബ്ലഡ് ബാങ്കും ചേർന്ന് സഞ്ജീവനം 4.0 എന്ന പേരിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിന്റെ ഭാഗമായി മാതൃപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്ര മേൽശാന്തി രാജേഷ് ഗോവിന്ദൻ നമ്പൂതിരി വിശേഷാൽ പൂജകൾക്ക് മുഖ്യ കാർമ്മികനായി. തുടർന്ന് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം മാതൃപൂജ നടന്നു. ക്ഷേത്ര സന്നിധിയിൽ നടന്ന മാതൃപൂജയ്ക്ക് വിദ്യാനികേതൻ ആചാര്യൻ ശ്രീകാന്ത് ഗുരുപാദം നേതൃത്വം നൽകി. പ്രഭാഷണത്തിന് ശേഷം അന്നദാനവും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ നടന്ന ആനയൂട്ടിൽ ഗജകേസരി തടത്താവിള ശിവ പങ്കെടുത്തു. പുത്തരി പായസ വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. വയനാടിനായി നാടൊന്നിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്ന് സഹായഹസ്തങ്ങൾ വയനാട്ടിലേക്ക് എത്തുകയാണ്. ഒറ്റയല്ല, കൂടെയുണ്ടെന്ന അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചുകൊണ്ടാണ് ഒറ്റക്കെട്ടായി കേരളം വയനാടിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. SKSSF കുന്നംകുളം മേഖലാ ടീം സ്വരൂപിച്ച അവശ്യമരുന്നുകൾ മെഡിസിൻ ബാങ്കിലേക്കായി ഏറ്റുവാങ്ങി. അൽഷിഫ മെഡിക്കൽ പതിയാശ്ശേരി, ജയലക്ഷ്മി ഫാർമ, സൗഹൃദ കൂട്ടായ്മ മുത്തപ്പൻ കോംപ്ലക്സ് എന്നിവരുടെ വകയായി 1 ലക്ഷം രൂപയിൽ അധികം വരുന്ന മരുന്നുകളാണ് SKSSF കുന്നംകുളം മേഖലാ പ്രസിഡന്റ് മുഫീദ് ഫൈസി ചെറമനങ്ങാട്, സെക്രട്ടറി സുൽത്താൻ ബാദുഷ പന്നിത്തടം, മീം കോർഡിനേറ്റർ റിയാസ് പഴുനാന എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങിയത്. മരുന്നുകൾ വയനാട്ടിലെ ആരോഗ്യ പ്രവർത്തകരെ ഏൽപ്പിക്കും. വയനാടിന് കൈത്താങ്ങായി മീഡിയ ആർട്ടിസ്റ്റ് കൂട്ടായ്മ കുന്നംകുളത്ത് നിന്നും സമാഹരിച്ച അവശ്യ സാധനങ്ങളുമായി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായാണ് കൊച്ചി മീഡിയ ആർട്ടിസ്റ്റ് കൂട്ടായ്മ കുന്നംകുളത്തെത്തിയത്. കൊച്ചിയിൽ നിന്ന് സമാഹരിച്ച അവശ്യ സാധനങ്ങളുമായി കൂട്ടായ്മ കുന്നംകുളം ലിവ ടവറിലെത്തി. ഭാരവാഹികളായ പാഷാണം ഷാജി, ശിവജി ഗുരുവായൂർ, ഏഷ്യാനെറ്റ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതാപൻ, സ്ക്രിപ്റ്റ് ഡയറക്ടർ രതീഷ് കാരേക്കാട്, സതീഷ്, സിബിൻ, കലാഭവൻ ബാദുഷ, സൂര്യലാൽ എന്നിവരടങ്ങുന്ന സംഘം നഗരത്തിൽ നിന്ന് അവശ്യ സാധനങ്ങൾ സമാഹരിച്ചു. ലിവ ടവറിന് സമീപം കച്ചവടം നടത്തുന്ന സിജു പഴഞ്ഞി 20,000 രൂപയുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൂട്ടായ്മയ്ക്ക് കൈമാറി. ഗുരുവായൂർ മെട്രോ ലിങ്ക് സംഘടനാ സെക്രട്ടറി ഗിരീഷ് C. ഗീവർ കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങളും നൽകി. തുടർന്ന് ഉച്ചയോടെ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു.
കുറച്ച് കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ വന്നേക്കുന്നത്. ഇവിടുന്ന് ശിവചേട്ടനും ക്ലബ് മെട്രോ ക്ലബ്ബിലെ അവരുടെ ഭാഗത്തുനിന്നുള്ള സഹായം, അതുപോലെ ബാധുവാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ വന്നു. ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നാളെ ഒരു ദിവസവും ഇതുപോലൊരു സഹായം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ, നമ്മളിതുപോലൊരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. തിരുവത്ര പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകളും നൽകി. ഹെഡ്മിസ്ട്രസ് PK റംല, സീനിയർ അധ്യാപിക MK ജാസ്മിൻ, സയന ചായൂർ, PB പ്രിയ, CJ ജിൻസി, ഹസീന, ലിൻസി വി തോമസ്, PR റജില, MK സലീം തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തുടർന്നുള്ള 3 ദിവസങ്ങളിലും അവസരമൊരുക്കിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിനായി സ്വരൂപിക്കുന്ന ഫണ്ടിലേക്ക് നന്മയുടെ നാണയങ്ങൾ നൽകി 6 വയസ്സുകാരി മാതൃകയായി. ചാലിശ്ശേരി അങ്ങാടി തോലത്തു വീട്ടിൽ അനീഷ് അക്ഷര ദമ്പതിമാരുടെ 2 മക്കളിൽ മൂത്ത മകളാണ് അഷിൻ. അഷിനും അനുജൻ 4 വയസ്സുകാരൻ അഖിനും സ്വരൂപിച്ച പണമാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം TV-യിൽ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ തകർന്നുപോയ കാഴ്ചകൾ കൊച്ചുമിടുക്കിയെ വേദനിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഓണത്തിന് പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങുവാൻ മാറ്റിവെച്ച തുക വീടു നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമായ താമസസ്ഥലം ഉണ്ടാകുന്നതിന് കൊടുക്കാമെന്ന് പറഞ്ഞത്. മക്കളുടെ ആഗ്രഹപ്രകാരം കുടുംബം DYFI നിർമ്മിച്ചു നൽകുന്ന 25 വീടുകളുടെ നിർമ്മാണ ഫണ്ടിലേക്ക് സമ്പാദ്യം നൽകി. DYFI തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ, സെക്രട്ടറി TP ഷഫീഖ് എന്നിവർ ചേർന്ന് അഷിനിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. DYFI 25 വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി ധനസമാഹരണത്തിനായി ചാലിശ്ശേരി അങ്ങാടി പടിഞ്ഞാറേമുക്ക് യൂണിറ്റ് ടീ ചലഞ്ച് സംഘടിപ്പിച്ചു. അങ്ങാടി കല്ലുംപുറം സെന്ററിൽ 2 മണിക്കൂർ സമയം ചെലവഴിച്ച് നടത്തിയ ചായ വിൽപ്പനയിലൂടെ 6500 രൂപ സ്വരൂപിച്ചു. കൂടാതെ സ്ക്രാപ്പ് കളക്ഷനിൽ യാക്കോബായ സുറിയാനി പള്ളി, പടിഞ്ഞാറേമുക്ക് പുരാഘോഷ കമ്മിറ്റി, കാസ്കോ ക്ലബ്ബ്, നാട്ടുകാരും സ്ഥാപനങ്ങളും പങ്കാളികളായി. ഗ്രാമം നൽകുന്ന പിന്തുണയ്ക്ക് ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ, സെക്രട്ടറി TP ഷഫീഖ് എന്നിവർ നന്ദി പറഞ്ഞു. DYFI തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ, അനീഷ്, സുവിൻ, അശ്വിൻ, നിഖിൽ, ജയ്സൺ, അഭിനവ് എന്നിവർ നേതൃത്വം നൽകി. 5 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകും എന്നാണ് DYFI പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ DYFIയുടെ പ്രവർത്തകർ ഓരോ വീടുകളിൽ കയറിയിറങ്ങി അവിടെയുള്ള പഴയ ആക്രി സാധനങ്ങൾ ശേഖരിച്ച്, പഴയ പത്രങ്ങൾ ശേഖരിച്ച് DYFI പ്രവർത്തകരുടെ അധ്വാനം ഉപയോഗിച്ചെല്ലാം തന്നെ ആ പണം കണ്ടെത്തും എന്നാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് കാലത്ത് 8 മണി മുതൽ DYFIയുടെ പടിഞ്ഞാറമുക്ക് യൂണിറ്റിന് നേതൃത്വത്തിലുള്ള ഈ ചായ വിൽപ്പന ഇവിടെ നടത്തുന്നത്. നിസ്സീമമായ വലിയ നല്ല സഹകരണമാണ് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഈ സംരംഭത്തിന് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാടിന് കമ്മിറ്റി റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിനിലൂടെ 25 വീടുകൾ നിർമ്മിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വ്യത്യസ്തമായ ചലഞ്ചുകളിലൂടെയാണ് DYFI പണം കണ്ടെത്തുന്നത്. പാഴ്വസ്തുക്കൾ ശേഖരിച്ചും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചിലൂടെ പണം കണ്ടെത്തിക്കൊണ്ടാണ് DYFI 25 വീടുകൾ നിർമ്മിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിലേക്കായി സഹായധനം നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി. വീട്ടിലും പരിസരത്തു നിന്നും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരിക്കുകയും അവ വിറ്റുകിട്ടിയ 210 രൂപ വാർഡ് കൗൺസിലർ വൈഷ്ണവിന് കൈമാറി. ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ യാസിൻ, സാദിഖ്, മുഹമ്മദ് റിയാൻ എന്നിവരാണ് മാതൃകയായത്. ചാവക്കാട് അങ്ങാടിത്താഴം മഹലിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് പലവ്യഞ്ജന സാധനങ്ങളും പുതിയ ഡ്രസ്സുകളും പുതപ്പ്, വെള്ളം, മറ്റ് നിത്യോപയോഗ സാധനങ്ങളും അടങ്ങിയ കിറ്റ് ചാവക്കാട് പ്രിൻസിപ്പാൾ SI പ്രീത ബാബു മഹല് പ്രസിഡന്റ് റഹ്മാൻ കാളിയത്തിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു, ഭാരവാഹികളായ നാസർ കൊളാടി, അനീഷ് പാലയൂർ, ഹബീബ് NK, സത്താർ KV, ഷംസുദീർ MK, KM ഷിഹാബ്, നൌഷാദ് നെടുമ്പറമ്പിൽ, അബു സ്വാലിഹ്, ഷെജീർ, ഷമീർ മോസ്കോ തുടങ്ങിയവർ സംബന്ധിച്ചു. മഹല്ല് ഖത്തീബ് ഹാജി KM ഉമർ ഫൈസിയുടെ പ്രാർത്ഥനയ്ക്കു ശേഷം ഒരു ട്രക്ക് സാധനങ്ങൾ വയനാട് കളക്ഷൻ പോയിന്റിൽ വയനാട് MLA T സിദ്ദിഖ്, മന്ത്രി MP രാജേഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി കളക്ടർക്ക് കൈമാറി. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഹുണ്ടികയിലെ തുക നൽകി വിദ്യാർത്ഥിനി മാതൃകയായി. പള്ളിപ്പാടം ദാറുൽ ഉലൂം മദ്രസയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷിഫയാണ് 1 വർഷമായി ശേഖരിച്ചുകൊണ്ടിരുന്ന ഹുണ്ടികയിലെ തുക മുഴുവൻ സമസ്തയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. സ്വദർ ഉസ്താദ് ഹംസ ഫൈസി കാട്ടുപാറയ്ക്ക് ഫാത്തിമ ഷിഫ 3350 രൂപ കൈമാറി. മുഹമ്മദ് ഫൈസി, മൊയ്തുട്ടി മന്നാനി എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏർപ്പെടുത്തിയ സമാഹരണ ഫണ്ടിന്റെ പുന്നൂർക്കുളം മേഖലാ ഉദ്ഘാടനം നടന്നു. ആൽത്തറ വ്യാപാര ഭവൻ ഓഫീസിൽ പുന്നൂർക്കുളം യൂണിറ്റ് ട്രഷറർ കോറോത്തയിൽ ഷുക്കൂറിന്റെ പക്കൽ നിന്നും ചെക്ക് ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ ഏറ്റുവാങ്ങി. സെക്രട്ടറി KA സച്ചിദാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MV ജോസ്, VM അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ ഓണറേറിയം നൽകി. കൗൺസിലർ എന്ന നിലയ്ക്ക് കഴിഞ്ഞ മാസം ലഭിച്ച 9,600 രൂപയുടെ ഓണറേറിയം ലബീബ് ഹസൻ നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥനെ ഏൽപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുന്നംകുളം നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപയും കൗൺസിലർമാരും ജീവനക്കാരും ചേർന്ന് നൽകുന്ന 1 ലക്ഷം രൂപയും ചേർന്ന് 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ കഴിഞ്ഞ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. തീരാനോവായ വയനാട് ദുരന്തവും ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയും തന്റെ കർമ്മമേഖലയുടെ അനുശോചനം അറിയിക്കുകയാണ് ഫാഷൻ ഡിസൈനറും വിദ്യാർത്ഥിനിയുമായ ഇരുവപ്പെട്ടി സ്വദേശി അഞ്ജന. ചിത്രകാരൻ EVS സന്തോഷിന്റെയും കാർത്തികയുടെയും മകളാണ് അഞ്ജന. വയനാടിന് സംഭവിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടോ പിന്നെ ഉരുൾപൊട്ടി പ്രളയം ബാധിച്ച എല്ലാ മേഖലകൾക്ക് വേണ്ടിയിട്ടോ പിന്നെ ഉരുൾപൊട്ടിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ അർജുൻ ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിയുന്ന അത്രയും മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം എൻ്റെ ഭാഗത്തുനിന്നും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കോറത്തുണിയിലും ടാർപ്പായയിലും ആക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെയും അർജുന്റെയും ചിത്രം വരച്ച് ധരിച്ചാണ് ചിത്രകാരി കൂടിയായ അഞ്ജന ദുഃഖത്തിൽ പങ്കുചേർന്നത്. ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ മനസ്സിനെ തളർത്തുന്നതാണെന്നും ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും അറിയിച്ചാണ് അഞ്ജന സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. മാള കാർമൽ കോളേജിലെ അവസാന വർഷ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥിനിയാണ്. ഫാഷൻ രംഗത്തെ നൂതന മാർഗങ്ങൾ വസ്ത്രങ്ങളിൽ പരീക്ഷിച്ചുകൊണ്ടുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ അഞ്ജന പങ്കുവയ്ക്കാറുണ്ട്. CCTV ന്യൂസ് എരുമപ്പെട്ടി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കുടുക്കയിലെ സമ്പാദ്യം നൽകി ഇഷാന്റെ മാതൃക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ കുടുക്കയിലെ സമ്പാദ്യമെല്ലാം ഇഷാൻ നൽകുകയായിരുന്നു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇഷാൻ. കണ്ടാണശ്ശേരി സ്വദേശിയായ അച്ഛൻ പ്രമോദ് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. സൈക്കിൾ വാങ്ങുന്നതിനായി കാലങ്ങളായി നിധി പോലെ സൂക്ഷിച്ച പണമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇഷാൻ കൈമാറിയത്. തിങ്കളാഴ്ച രാവിലെ എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി പ്രസിഡന്റ് ജിയോ ഫോക്സിനെ കൈമാറിയ കുടുക്ക പൊട്ടിച്ചു നോക്കിയപ്പോൾ 1461 രൂപയാണ് കുടുക്കകത്ത് ഉണ്ടായിരുന്നത്. മറ്റുള്ളവർക്ക് മാതൃകയായി മാറിയ ഇഷാനെ ജനപ്രതിനിധികളും PTA ഭാരവാഹികളും അധ്യാപകരും അഭിനന്ദിച്ചു. കുരുന്നു മനസ്സിന്റെ സ്വപ്നമായിരുന്ന സൈക്കിൾ വാങ്ങി നൽകുമെന്ന് ജിയോ ഫോക്സ് ഇഷാന് ഉറപ്പു നൽകി. തനിക്ക് വാങ്ങാനായി സൈക്കിൾ വാങ്ങാനായി ഒരുക്കിക്കൂട്ടിയിരുന്ന ഒരു ചെറിയ കുടുക്കയിലെ തുക അത് എത്രയാണോ എന്ന് പോലും അറിയാതെ ചിറ്റാട് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഇഷാൻ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് ഏറ്റവും വലിയ മാതൃകയാകുന്നൊരു പുണ്യപ്രവൃത്തിയാണ്. അദ്ദേഹം ആ കുഞ്ഞു മനസ്സിനുള്ളിൽ ഉണ്ടായ ആ ചിന്ത മറ്റുള്ളവർക്ക് കൂടി അതൊരു നല്ല മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്രമല്ല ഈ കുഞ്ഞു മനസ്സ് ആഗ്രഹിച്ച സൈക്കിള് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഇന്ന് തന്നെ വാങ്ങിക്കൊടുക്കാനുള്ള തീരുമാനം കൂടി ഇതിന്റെ ഭാഗമായി എടുക്കുക. ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന സ്കൂൾ അസംബ്ലിയിൽ ഇഷാന് സൈക്കിൾ കൈമാറും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, PTA പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ, PTA കമ്മിറ്റി അംഗം മനോജ് വാഴപ്പിലാത്ത്, പ്രധാനാധ്യാപകൻ MK സൈമൺ, അധ്യാപകരായ KP ജോസഫ്, TK ഡെൽജോ, ലീന ജോർജ് എന്നിവരും ഇഷാനൊപ്പം പഞ്ചായത്ത് ഓഫീസിൽ എത്തിയിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. മറ്റു വാർത്തകൾ. പച്ചക്കറി കൃഷി വികസനം സംരക്ഷിത കൃഷി പദ്ധതി പ്രകാരം ചാവക്കാട് നഗരസഭയുടെ കീഴിലുള്ള 22ാം വാർഡിൽ മേലെപുരയ്ക്കൽ വിശ്വനാഥന്റെ കൃഷിയിടം പാട്ടത്തിനടുത്ത് ചെയ്ത വെണ്ട കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പാലിയൂർ പൊന്നരശ്ശേരി വീട്ടിൽ നിമലിന്റെ വെണ്ടയ്ക്ക കൃഷിയുടെ വിളവെടുപ്പ് ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 2 ഏക്കർ ഭൂമിയിലാണ് വിമൽ കൃഷി ചെയ്തത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വാർഡ് കൗൺസിലർ മണികണ്ഠൻ, കൃഷി ഫീൽഡ് ഓഫീസർ ആനി റോസ് എന്നിവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിശ്ശികകൾ വിതരണം ചെയ്യുന്നതിൽ കാലതാമസം വരുന്നതിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ ടൗൺ യൂണിറ്റ് കൺവെൻഷൻ പ്രതിഷേധിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, 70, 80, 100 വയസ്സ് പ്രായമായവർക്ക് അധിക പെൻഷൻ അനുവദിക്കുക, മെഡിസിപ്പ് പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ കൺവെൻഷൻ അംഗീകരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് M രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ നവാഗതരെ സ്വീകരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ, RV അലി, PI സൈമൺ, ഡോക്ടർ KB വത്സലൻ, PR സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തലക്കോട്ടുകര ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ തത്വമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണം നടത്തി. വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, നാമസങ്കീർത്തന പ്രദക്ഷിണം,
കേളി, രാമായണ പാരായണം തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾ നടന്നുവരുന്നുണ്ട്. ക്ഷേത്രം മേൽശാന്തി സജി ശർമ്മ ഭദ്രദീപം തെളിയിച്ച് സമാരംഭം കുറിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തായങ്കാവ് ഓഫീസർ TK ധന്യ ഉദ്ഘാടനം ചെയ്തു. തട്ടകപരിധിയിൽ രാമായണ മാസത്തോടനുബന്ധിച്ചു നടത്തിയ സത്സംഗങ്ങളിൽ പങ്കെടുത്ത് പാരായണവും പ്രഭാഷണവും നടത്തിയ വിജയശ്രീ ഗോപാലകൃഷ്ണൻ, രമേഷ് മാസ്റ്റർ മണലി, ചാരുദ സുരേഷ് എന്നിവരെയും ദിവസേന പാരായണം നടത്തുന്ന അനിത പുരുഷോത്തമനെയും സദസ്സിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ശരണ്യചന്ദ്രൻ്റെ രാമനാമ കീർത്തനാലാപനവും തത്വരസികൻ പ്രസാദ് പുളിക്കലിൻ്റെ ആധ്യാത്മിക പ്രഭാഷണവും ഉണ്ടായി. ക്ഷേത്രാങ്കണത്തിൽ കേളി അവതരണം നടത്തിയ രതീഷ് പ്രഭാത് നഗർ ഉൾപ്പെടുന്ന വാദ്യകലാകാരന്മാരെ ദക്ഷിണ നൽകി ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തായങ്കാവ് മുൻ ഓഫീസർ ഹരിശങ്കർ പുത്തില്ലം, മാതൃസമിതി അധ്യക്ഷ വിജയശ്രീ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തായങ്കാവ് ദേവസ്വത്തിൽ നിന്നും സ്ഥലമാറ്റം ലഭിച്ച ഹരിശങ്കർ പുത്തില്ലത്തെ തത്വമസി ദേശവിളക്ക് കമ്മിറ്റിക്ക് വേണ്ടി രാജമേനോൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നമിഷ ജിനീഷ് പ്രാർത്ഥനയാലപിച്ചു. ദേശവിളക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KV ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി PV സജീഷ് സ്വാഗതവും സമിതി എക്സിക്യൂട്ടീവ് മെമ്പർ മധു പാറേക്കാട്ട് നന്ദിയും പറഞ്ഞു. തത്വമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്താറുള്ള ദേശവിളക്ക് മഹോത്സവം നവംബർ 30 ശനിയാഴ്ച നടക്കുമെന്നും ഇതിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് ഓഗസ്റ്റ് 25 ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദേശവിളക്ക് മഹോത്സവത്തിന്റെ പ്രവർത്തനത്തിലേക്ക് ആവശ്യമായ ആദ്യത്തെ എണ്ണ, അരി വഴിപാടുകൾ ചടങ്ങിൽ ഏറ്റുവാങ്ങി. ഭക്തജനങ്ങൾക്കായി ഔഷധക്കഞ്ഞി സേവയും ഉണ്ടായി. CCTV ന്യൂസ് വേലൂർ. KSSPU കുന്നംകുളം നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. CV ഹാളിൽ നടന്ന യോഗം KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം M. തുളസി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡെന്നിസ് മങ്ങാട്, ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, സെക്രട്ടറി ജോബ് രാജ്, KG പാറുകുട്ടി, T. രാജഗോപാൽ, മേരി ഉതുപ്പ്, VR അബി, KM സൂസന്ന എന്നിവർ സംസാരിച്ചു. രഞ്ജൻ മാത്യു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പുതിയ അംഗങ്ങളെ പ്രസിഡന്റ് MA വേലായുധൻ പരിചയപ്പെടുത്തി. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ ഹരിതകർമ്മസേന മുച്ചക്ര ഇലക്ട്രിക് വാഹനം ഓടിക്കുവാൻ താൽക്കാലികമായി ഡ്രൈവറെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ ആഗസ്റ്റ് 12 ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ അസൽ രേഖകൾ സഹിതം പഞ്ചായത്തിൽ നേരിട്ട് ഹാജരാകണമെന്ന് സെക്രട്ടറി അറിയിച്ചു. വൈസ്മൻ കുന്നംകുളം സെൻട്രൽ ക്ലബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ആർത്താറ്റ് ക്രിസ്റ്റൽ പാരഡൈസിൽ നടന്നു. സജി CPയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് മുൻ ലഫ്റ്റനന്റ് റീജിയണൽ ഡയറക്ടർ ജോസ് തെറ്റയിൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി മാത്യു CM പ്രസിഡന്റ്, ഷാജി CC സെക്രട്ടറി, മനോജ് KN ട്രഷറർ എന്നിവരും വൈസ്മനേഴ്സ് ക്ലബ് പ്രസിഡന്റായി ലൗലി മാത്യൂസ്, പേളി ഷാജി സെക്രട്ടറി, സുമി മനോജ് ട്രഷറർ, വൈസ്ലിംഗ്സ് ക്ലബ് പ്രസിഡന്റായി പുണ്യ മനോജ്, സെക്രട്ടറിയായി ക്രിസ്റ്റോ ഷാജി, ട്രഷററായി പവിത്ര മനോജ് എന്നിവരുടെയും സ്ഥാനാരോഹണം ഡിസ്ട്രിക്ട് ഗവർണർ ജോസി ഫ്രാൻസിസ് നിർവഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ CVVA ഒരു കുടുംബത്തിന് 50,000 രൂപ നൽകി സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ കലാപരിപാടികളും വിജയികൾക്ക് സമ്മാന വിതരണവും ഉണ്ടായി. എരുമപ്പെട്ടി തൂമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമവും ഇല്ലം നിറയും ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ പൂജാരി പ്രവീൺ, ഉപദേശക സമിതി അംഗങ്ങൾ, പ്രസിഡന്റ് സുന്ദരൻ, സെക്രട്ടറി മനോജ് വലിയവളപ്പിൽ, ട്രഷറർ കുട്ടൻ കാങ്കലാത്ത് എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6,460 രൂപ, സ്വർണം പവന് 51,650 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചർമ്മം തിരുവത്ര വീട്ടിൽ ബാലകൃഷ്ണൻ ഭാര്യ ജാനകി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. രാജു, രമേശ്, രമ, രജിത എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ഹൗസിംഗ് ബോർഡിൽ കാഞ്ഞിരപ്പറമ്പിൽ പരേതനായ വിജയൻ ഭാര്യ രാധ നിര്യാതയായി. SBI റിട്ടയർഡ് മാനേജറായിരുന്നു പരേത. 72 വയസ്സായിരുന്നു. സംസ്കാരം ചാവക്കാട് പുന്ന തറവാട്ട് വളപ്പിൽ നടന്നു. അരുൺ വിജയ്, അഡ്വക്കേറ്റ് അനൂപ് വിജയ് എന്നിവർ മക്കളാണ്. വയലത്തൂർ പുതുക്കുളങ്ങര രജനി ബായി അമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. പരേതനായ അച്യുതൻ നായരാണ് ഭർത്താവ്. മുരളീധരൻ, ഉഷാദേവി, രാധിക, രേണുക, രവികുമാർ, മിനി, വിനോദ് കുമാർ എന്നിവർ മക്കളാണ്. കേച്ചേരി പട്ടിക്കര കിഴക്കുമുറി കുളങ്ങര വീട്ടിൽ അഹമ്മദ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. ഫാത്തിമയാണ് ഭാര്യ. ഷെബീർ, ഷെജീർ, അഫ്സൽ, അഷ്കർ എന്നിവർ മക്കളാണ്. ഖബറടക്കം നടത്തി. കരിയന്നൂർ മൂക്കിൽ പുര പരേതനായ ശങ്കരന്റെ മകൾ കാളി എന്ന തങ്ക നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം നാളെ കാലത്ത് 10 മണിക്ക് ചെറുതുരുത്തിയിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
വയനാടിനായി നാടൊന്നിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്ന് സഹായഹസ്തങ്ങൾ ചുരം കയറിയെത്തുന്നു. ഒറ്റയല്ല കൂടെയുണ്ട് എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച് കേരളത്തിന്റെ മഹോന്നതമായ സന്ദേശം. പുരസ്കാര തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാധ്യമപ്രവർത്തകരുടെ മാതൃക. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണിയാകുന്നു. വിള്ളൽ കണ്ടെത്തിയത് റോഡിന് നടുവിലത്തെ പാലത്തിന് മുകളിൽ. അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം. നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം രൂപപ്പെട്ട അപകടക്കുഴി സന്നദ്ധ പ്രവർത്തകർ താൽക്കാലികമായി അടച്ചു. പെരുമ്പിലാവ് പ്രോഗ്രസീവ് ക്ലബ് അംഗങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്നാണ് അപകടക്കിണിയും ഗതാഗതക്കുരുക്കായി മാറിയ വലിയ കുഴികളും അടച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാൻ. പ്രതിദിന വാർത്തകൾ പ്രോഗ്രാമുകളിലെ യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾ സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം.